ഈ വേദിയിലേക്ക് സിനിമയുടെ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ്, കുവി എന്ന നായയുടെ ട്രെയിനർ ശ്രീ അജിത് മാധവനെയും, ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ശ്രീ കൈലാഷ്ജിയെയും ശ്രീമതി അമ്പിളി ഔസഫിനെയും, ഇതിൻ്റെ മറ്റ് ഞങ്ങളുടെ കൂടെയുള്ള ശ്രീ വിഷ്ണുവിനെയും ഈ അവസരത്തിൽ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കുവിയും ട്യൂട്ടിയും ചേർന്ന് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല കൈയ്യടി കൊടുക്കാം. അടുത്ത ചടങ്ങ്, എല്ലാം വേറിട്ട ചടങ്ങുകളാണ് ഈ വേദിയിൽ നടക്കുന്നത്. അടുത്ത ചടങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നായികയ്ക്ക് ഒരു പൊന്നാട അണിയിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിനായി ശ്രീ കൈലാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒരു നല്ല കൈയടി. അടുത്തത് ശ്രീ അജിത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുവി നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ല. ശ്രീ അജിത്തിന് ഈ പ്രൊഡക്ഷന്റെ പേരിൽ ഞങ്ങളുടെ ഒരു ചെറിയ ആദരം ഇവിടെ വെച്ച് ഇതിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീമതി അമ്പിളി പൊന്നാടി അണിയിക്കുന്നു. കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തുപോകാം സ്നേഹവും സൗഹൃദവും എന്ന വാക്ക് അതിൻ്റെ ഏതാണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥവ്യാപ്തിയോടുകൂടി ആലോചിച്ചൊരു സമയത്താണ് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീ ശ്രീജിത്ത് പൊയിൽക്കാവ് ഇത്തരത്തിലുള്ള ഒരു സിനിമയുമായിട്ട് സമീപിക്കുന്നത്. ഇതില് ഒരു നായ്ക്കുട്ടിയും ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ കഥയാണ് ആ കഥയിലുണ്ടായിരുന്നത്. ഒരുപാട് സിനിമകളുടെ ഫംഗ്ഷനുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് വെരി യൂണീക്ക് എന്ന് പറയാം. നജസ് എന്ന് പറയുന്ന സിനിമ എനിക്കേറെ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ്. ഇതിലെ എൻ്റെ സംവിധായകൻ ശ്രീജിത്ത് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ സാധാരണ മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നതിന് മുകളിലുള്ള ഒരു ആളാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങില്. ഞങ്ങളുടെ നജസ് എല്ലാവരും കാണണം. ഇതില് മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഒരു ഉസ്താദിന്റെ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന മാനോജേട്ടനാണ്. അദ്ദേഹമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രം. ആളുടെ വൈഫിന്റെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. അപ്പോ ഇത് ഞാൻ പ്രിവ്യൂല് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയ സിനിമയെക്കാളും ഇതൊരു ആത്മാവുള്ള ഒരു സിനിമയാണ്. അത് ഞാൻ വാക്ക് തരുന്നു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീനുകളിലും കുവി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു സിനിമയാണത്. വളരെ നമ്മൾ ചാർലിയൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ടാവും, കുറേ ദിവസങ്ങൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഞങ്ങൾ ഏകദേശം ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുവിക്ക് ഏകദേശം ഒരു 6 മാസം ട്രെയിനിങ് ഞാനും അജിത്തേട്ടനും പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ മൊത്തം സീനുകളിൽ കുവി അങ്ങനെ അഭിനയിച്ചത്. ഇതിൽ അഭിനയിച്ചിട്ടല്ല മനോജ് ചേട്ടൻ. ഞാൻ ശരിക്കും മനോജ് ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത്. പക്ഷെ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ്, അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും ഒരു ക്യാമിയോ മോഡിൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്.